ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ അത് കണ്ടിട്ട് അഭിപ്രായം പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കമന്റ് സെക്ഷനിൽ അപ്പോൾ ആരും ഒരു കുന്തം പറഞ്ഞിട്ടില്ല. എന്നെ അറിയാവുന്നവരാണ് മിക്കവരും ഉള്ളത്. അവർ കുറേ ഇമോജീസ് ഇട്ടിട്ടുള്ള അതിനായിട്ട് വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ കുറച്ച് പേര് നേരിട്ടും മെസ്സേജ് അയച്ചിട്ട് എനിക്ക് കുറച്ച് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതിൽ മെയിനായിട്ട് പറയുന്നത് രണ്ട് അഭിപ്രായമാണ്. ഒന്ന്, ഓഡിയോ ക്ലാരിറ്റി കുറവായിരുന്നെന്നും രണ്ടാമത്തെ പറയുന്നത് വീഡിയോയിൽ അത്യാവശ്യം ലാഗ് ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോയിൽ അതിൻ്റെ എന്താണ് സംഭവം എന്നുള്ളത് വിശദീകരിച്ച് പറയുന്ന സംഭവമാണ്. ഈ വീഡിയോയും കുറച്ച് ലാഗ് ഉണ്ടാവും അറിയാം. അങ്ങനത്തെ ഒരു മുന്നറിയിപ്പ് തന്നുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഞാൻ എബിൻ, ER7 മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് പറഞ്ഞാൽ മിക്കവരും പറഞ്ഞിട്ടുള്ള ഒന്നാമത്തെ പോയിന്റ് ഓഡിയോ ക്വാളിറ്റി ആയിരുന്നു. അത് ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ടൈം അതിൻ്റെ ചെറിയൊരു ചളുപ്പ് എനിക്കുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടുപേരും പൊതുവെ ഫോട്ടോ എടുക്കാനായിട്ട് താല്പര്യമുള്ള ആൾക്കാരാണ്. അവൻ്റെ ഫോട്ടോ എടുക്കാനും ഞാൻ ഫോട്ടോ എടുത്ത് കൊടുക്കാനുമായിട്ട്. അപ്പോൾ എങ്ങനെ എത്ര ഒച്ചത്തിലാണ് പറയേണ്ടതെന്നുള്ളത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും വലിയ ധാരണയില്ല, ഇപ്പോഴും വലിയ ധാരണയില്ല. പക്ഷെ അതിനൊരു പരിഹാരം എന്ന നിലയ്ക്കാണ് ഇപ്പോൾ ഞാൻ ഈ മൈക്ക് വെച്ചിട്ടുള്ളത്. സെക്കൻഡ് പോയിന്റ് പറയുന്നത് വീഡിയോയിൽ ലാഗ് ഉണ്ടെന്നായിരുന്നു. അതാണ് ശരിക്കും ഈ വീഡിയോൻ്റെയും കഴിഞ്ഞ വീഡിയോയിൽ ശരിക്കും നടക്കാണ്ടിരുന്നതിൻ്റെയും പ്രധാന കാരണം. ആക്ച്വലി അന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്, അതായത് നമ്മൾ സ്റ്റാർ മാജിക് പോയ വ്ളോഗിൽ ഞാൻ ഉദ്ദേശിച്ച പോലെ ഒന്നുമല്ല കാര്യങ്ങളൊന്നും നടന്നത്. ഷോന് പോയതും അതിൻ്റെ ഭാഗമായിട്ട് അവിടെ ആ എപ്പിസോഡിൽ ഇരുന്നതും എൻ്റെ ആ ഒരു പ്ലാനിൻ്റെ പാർട്ടായിട്ടായിരുന്നു. അതുവരെ ഒരു പരിധി വരെ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അവര് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ഇത്ര നേരം ഇരിക്കണം, ഇങ്ങനെ ഇരുന്നിട്ട് ഓഡിയൻസിനിടയിൽ മൈക്ക് തരുമ്പോൾ നമുക്ക് ഇറങ്ങാന്നുള്ളൊരു പ്ലാനിലാണ് അവരിരുന്നത്. അത് കഴിഞ്ഞിട്ടൊരു ബ്രേക്ക് വന്നു. ഈ ബ്രേക്കിൻ്റെ ഇടയിൽ അവിടുത്തെ ഷോ കോർഡിനേറ്റർ എന്നെ വിളിച്ചു. എന്നിട്ട് ലക്ഷ്മേച്ചിയുടെ അടുത്തേക്ക് പോയി. ലക്ഷ്മേച്ചി പറഞ്ഞു ഓഡിയൻസിനിടയിൽ നല്ല എനർജറ്റിക് ആയിട്ട് ഇരിക്കണം, അങ്ങനെയാണെങ്കിൽ മൈക്ക് തരും, അപ്പം നമുക്ക് കാര്യങ്ങളൊക്കെ സെറ്റാക്കാന്നാണ് അന്ന് ലക്ഷ്മേച്ചി പറഞ്ഞത്. ആ പറഞ്ഞപ്പോൾ നല്ലൊരു എനർജി എനിക്ക് ഉണ്ടായിരുന്നു. ഞാൻ ഒരു പ്രാന്തനെ പോലെ അവിടെ നിന്ന് കൈയടിക്കാനുണ്ടായിരുന്നു അതിൽ. അപ്പോൾ എപ്പിസോഡിൻ്റെ ഇടയിൽ എപ്പോൾ വിളിക്കും മൈക്ക് എപ്പോൾ കിട്ടുമെന്നുള്ളൊരു ആകാംക്ഷയിലാണ് ഞാൻ അവിടെ ഇരുന്നത്. കുറേ ബ്രേക്കുകൾ വന്നു, വിളിയൊന്നും വന്നില്ല. അവിടെ എപ്പിസോഡിൽ ബ്രേക്ക് പറയണു, അടുത്ത വിളിക്ക് ഞാൻ കാത്തിക്കും. എൻ്റെ തോന്നൽ എനിക്ക് ആ സമയത്താണ് നമ്മുടെ ഷോ കോർഡിനേറ്റർ അനൂപേൻ്റെ അടുത്ത് കാര്യം അവതരിപ്പിക്കാൻ പോകുന്നത്. ഞാൻ അനൂപേട്ടനെ നോക്കി, അനൂപേട്ടൻ അനിയും നോക്കി. ഞാൻ ചെറുതായിട്ട് ഒന്ന് തിരിച്ചു. ആ നോട്ടം എനിക്ക് മനസ്സിലായി ഒന്നും നടക്കാൻ പോണില്ല. അതോടുകൂടി ഞാൻ അടഞ്ഞു. എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ. അത് കഴിഞ്ഞ് വീണ്ടും എപ്പിസോഡായി, എന്നെ വിളിച്ചില്ല, വീണ്ടും ബ്രേക്കായി. അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് അവിടെ ഷോയില് എപ്പിസോഡിന്റെ കൂടെ ഉണ്ടായിരുന്ന ചേട്ടൻ പറഞ്ഞു എപ്പിസോഡ് തീർന്നു. പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല. കാരണം അതുവരെ എൻ്റെ അടുത്ത് എപ്പിസോഡിൻ്റെ ഇടയിൽ കൊടുക്കാം, എല്ലാം സെറ്റാക്കാന്ന് പറഞ്ഞിട്ട് അവസാനം ഒന്നും നടക്കാണ്ട് പോയപ്പോൾ മനസ്സിന് ചെറിയൊരു വിഷമമായപ്പോൾ പിന്നെ വീഡിയോ എടുക്കണ സംഭവങ്ങൾ നിർത്തി. അതുകൊണ്ടാണ് നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ അധികം വീഡിയോസൊന്നും അവിടുത്തെ കാണാണ്ട് ഞാൻ ഈ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇതേപോലെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ അവിടെ കാണണം. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ കോർഡിനേറ്റർ ചേട്ടൻ്റെ അടുത്തേക്ക് പോയി. എന്തെങ്കിലും ഒരു ഓപ്ഷൻ വേണമല്ലോ, നമ്മളൊരു 6 പേരുടെ പടം വരച്ചുകൊണ്ടുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെയെങ്കിലും കൊടുക്കണം. നമ്മൾ വെറുതെ വന്ന് പോകുന്നത് എനിക്ക് വലിയ സഹിക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ലായിരുന്നു. അപ്പോൾ എങ്ങനെയെങ്കിലും അത് കൊടുത്ത് പോകണമെന്നുള്ളൊരു ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ കോർഡിനേറ്റർ ചേട്ടൻ്റെ അടുത്ത് കുറേ ഡിസ്കസ് ചെയ്തു എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്. 2 ഓപ്ഷനാണ് പറഞ്ഞത്. ഒന്നാമത്തെ ഓപ്ഷൻ അവിടെ സെക്കൻഡ് എപ്പിസോഡിൽ ഇരുന്നിട്ട് അത് കൊടുക്കാം എന്നുള്ളതായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ബിനോന് അടുത്ത ദിവസം അവൻ്റെ വർക്ക് സംബന്ധമായിട്ട് വേറെ സ്ഥലത്തേക്ക് പോകാനുള്ളത് കൊണ്ട് ആ ഓപ്ഷൻ ഞാൻ ഡ്രോപ്പ് ചെയ്തു. പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞത്, അപ്പോൾ ഞങ്ങളിങ്ങനെ വീണ്ടും ഞാനും ബിനോയൊക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് അവസാനം ആ ഒരു തീരുമാനം എത്തിയതാണ് കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ട പോലെ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ കൊടുക്കുന്നത്. ആ സമയം തൊട്ടാണ് വ്ളോഗിങ്ങിൽ എൻ്റെ എക്സ്പീരിയൻസ് കുറവ് റിഫ്ലക്ട് ചെയ്ത് തുടങ്ങിയത്. കാരണം വീഡിയോ എടുക്കാൻ നമുക്ക് അത്രയും എന്താ പറയുക, വീഡിയോ എടുത്ത് നമ്മൾ ശീലിച്ചിട്ടില്ല. മിക്കപ്പോഴും ഫോട്ടോഗ്രാഫി മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുവരെയുള്ള സംഭവങ്ങളോ അത് കഴിഞ്ഞിട്ടുള്ള സംഭവങ്ങളോ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ 6 ഡ്രോയിങ്സ് ആണല്ലോ നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ബീനു ചേട്ടൻ, ശ്രീവി ചേച്ചി, ഇവർക്കൊക്കെ കൊടുത്തപ്പോൾ നോർമൽ റെസ്പോൺസ് ആയിരുന്നു. കൊടുത്തപ്പോൾ നന്നായിട്ടുണ്ട്, അടിപൊളിയാന്നുള്ളൊരു റെസ്പോൺസാണ് അവർ തന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പോയത് ആലിസ് ചേച്ചിക്ക് കൊടുക്കാനാണ്. ചേച്ചിക്ക് കൊടുത്തപ്പോൾ ചേച്ചിക്ക് സ്റ്റാർ മാജിക്കിൽ വെച്ചിട്ട് കിട്ടുന്ന ഫസ്റ്റത്തെ ഗിഫ്റ്റാന്ന് പറഞ്ഞപ്പോൾ ആൾക്ക് നല്ലൊരു സന്തോഷം ഉണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ എനിക്കും ചെറിയൊരു സന്തോഷം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ കൊടുക്കാൻ പോയത് നമ്മുടെ തങ്കുച്ചേട്ടനാണ്. പക്ഷെ ആളുടെ റെസ്പോൺസാണ് എന്നെ ഞെട്ടിച്ചത്. ഞാൻ ഫോട്ടോ കൊടുക്കുന്നു, ഫോട്ടോ കൊടുത്ത് എൻ്റെ ആളുള്ള ഫോട്ടോ നോക്കിയിട്ട് ഒരു എക്സ്പ്രഷൻ ഇടും. എൻ്റെ മനസ്സിലാകുന്ന നേരത്തെ കിളി പറയുന്ന പറയാലോ, എന്തോ പണി എന്നുള്ള രീതിയിലാണ് ആളെ ഫോട്ടോ നോക്കുന്നതൊക്കെ.
പക്ഷെ എന്നെ ഞെട്ടിച്ചത് ആളുടെ അത് കഴിഞ്ഞിട്ടുള്ള റെസ്പോൺസ് ആയിരുന്നു. ആളുടെ വിചാരം അന്ന് തങ്കു ആർമിയിലത്തെ കുറെ പേര് വന്നപ്പോൾ ആ തങ്കു ആർമിയിലുള്ള ആളാണ് ഞാൻ വിചാരിച്ചത്. ആള് വളരെ നന്നായിട്ട് പറഞ്ഞ് എന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് എന്റെ കൈയൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്. ഇത് ഇത്രയൊക്കെ ഉണ്ടായാലും എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചത് ഡയാന ചേച്ചിക്ക് ഫോട്ടോ കൊടുക്കാൻ പോയപ്പോഴാണ്. കാരണം ഒരു 10-11 കൊല്ലമായിട്ടുണ്ട് ഞാൻ ER7 എന്നുള്ള ഒരു സംഭവം എൻ്റെ ഒരു ബ്രാൻഡ് പോലെ ഞാൻ കൊണ്ടുനടക്കാൻ തുടങ്ങിയിട്ട്. എൻ്റെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ കൂട്ടുകാർക്കോ കസിൻസിനോ അല്ലാണ്ട് ഞാൻ ER7 ആണോ ER7 എൻ്റെ ആണോ ആർക്കും അറിയില്ല. അപ്പോഴാണ് ഞെട്ടിച്ചുകൊണ്ട് ഡയാന ചേച്ചി ആ ഫോട്ടോയിൽ ഞാൻ ER7 എന്നൊരു വാട്ടർമാർക്ക് ഇട്ടുണ്ടായിരുന്നു. ആ ER7 നോക്കിയിട്ട് ഈ ER7 ഞാൻ കണ്ടിട്ടുണ്ട്, നല്ല പരിചയം ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചേച്ചിക്ക് എൻ്റെ പഴയ ഡ്രോയിങ്സ്, ഞാൻ ഇതുവരെ വരച്ചിട്ടുള്ള ഡ്രോയിങ്സൊക്കെ കാണണം എന്ന് പറഞ്ഞ് ഞാൻ ചേച്ചിക്ക് കാണിച്ചു കൊടുത്തു. അതുകൊണ്ടാണ് ആ സമയത്ത് ചേച്ചിയുടെ കൂടെ ഫോട്ടോ എടുക്കാൻ ഞാൻ വിട്ടുപോയത്. ഇത്രയൊക്കെ ഉണ്ടാവണതിന് മുന്നേ തന്നെ ഞാൻ ആദ്യം പോയത് ഡയറക്ടർ അനൂപേടിന് കൊടുക്കാനാണ്. കാരണം നമ്മുടെ ഈ ഷോ കോർഡിനേറ്റർ ചേട്ടനുണ്ടല്ലോ, ആളുടെ അടുത്ത് പറഞ്ഞപ്പോൾ ആളെന്നെ പറഞ്ഞു നമുക്ക് ആദ്യം തന്നെ ഡയറക്ടർ കൊടുക്കാം, എന്നിട്ട് ബാക്കി എല്ലാവരും കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആൾ ആ നേരത്ത് നമ്മുടെ സ്റ്റാർ മാജിക്കിൻ്റെ ഫ്ലോറിൽ അവിടുത്തെ സോഫ സെറ്റ് ഉണ്ടല്ലോ ആർട്ടിസ്റ്റുകളൊക്കെ ഇരിക്കുന്നത്, അവിടെയാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. LED വോളം ഒഴികെ ബാക്കി ലൈറ്റുകളെല്ലാം ഓഫായിരുന്നു. അടുത്ത എപ്പിസോഡിനുള്ള ആൾക്കാരും കയറി തുടങ്ങി. അപ്പോൾ ഞാൻ ഫോട്ടോ കൊടുക്കാൻ വേണ്ടി പോവാണ്. ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു പരിപാടി ചെയ്യണതിൻ്റെ വെപ്രാളം, അവിടെ ഓഡിയൻസ് കുറേ എണ്ണം എന്നെ നോക്കിയിരിക്കണമുണ്ട്. അപ്പോൾ എനിക്ക് അന്നത്തെ ആണെങ്കിൽ ആ സമയത്ത് സ്റ്റേജ് ഫിയർ അത്യാവശ്യമുള്ള കൂട്ടത്തിലാണ് ഞാൻ. ഇപ്പോഴും അത്യാവശ്യമുണ്ട്. എപ്പിസോഡിൽ വെച്ചിട്ട് ഫ്ലോറിൽ ആ ഷോയിന് ഇടയിൽ വെച്ച് കൊടുക്കാനാണ് എൻ്റെ പ്ലാൻ ഉണ്ടായിരുന്നത്. പക്ഷെ ഒന്നും നടന്നില്ല. എന്നിട്ട് ഞാൻ നടന്നു കയറുന്നത് ലൈറ്റ് എല്ലാം ഓഫായ ഇരുട്ടുമുറി പോലത്തെ ഒരു ഫ്ലോറിക്കാണ് ഞാൻ കടന്നു ചെല്ലുന്നത്. ഫോട്ടോ കൊടുക്കണം, അവിടെ വെളിച്ചമില്ല. ആ നേരത്താണ് ഷോ കോർഡിനേറ്ററിലെ ചേട്ടൻ കുറെ ലൈറ്റ് എല്ലാം ഒന്ന് ഓണാക്കിയെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ആ ഫ്ലോറിൽ എല്ലാ ലൈറ്റിങ്ങും, അതായത് എപ്പിസോഡിന് ഷൂട്ട് ചെയ്യാനുള്ള എല്ലാ ലൈറ്റിങ്ങും ആ നേരത്താണ് ഓണാക്കണം. ഒന്ന് ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ ആ സംഭവങ്ങളിലും നമുക്ക് സന്തോഷിക്കാൻ ഒരു വകയുണ്ട്. ഒന്നുമല്ലാത്തൊരു ഞാൻ, ഒരു സാധാരണക്കാരൻ, ഒരു ഫോട്ടോ കൊടുക്കാൻ വേണ്ടി മാത്രം സ്റ്റാർ മാജിക്കിന്റെ ഫ്ലോറിന്റെ സെന്ററിൽ പോകുന്നു. അവിടെ അതിനു വേണ്ടി മാത്രം ആ ഫ്ലോറിലത്തെ സകല ലൈറ്റും ഓൺ ആക്കിയിരുന്നു എന്ന് എനിക്ക് ഓർക്കുമ്പോൾ എനിക്ക് തന്നെ ഒരു സന്തോഷമുണ്ട്. ആ ഒരു സന്തോഷത്തിലാണ് ഞാൻ ഇരിക്കണം. ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ ഫോട്ടോ കൊടുക്കലും പരിപാടികളൊക്കെ അന്ന് ആ എപ്പിസോഡ് പറഞ്ഞ് ഒരു കുറഞ്ഞതൊരു 10-15 മിനിറ്റെങ്കിലും എനിക്കൊരു സ്ക്രീൻ ടൈം കിട്ടിയാണ്. അത് കിട്ടിയെങ്കിൽ നിങ്ങൾ പറഞ്ഞ വീഡിയോത്തെ ലാഗ് കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടാവില്ലായിരുന്നു. നിങ്ങൾക്ക് ഇപ്പൊ എന്നെ സഹിച്ചുകൊണ്ട് ഇത് കേൾക്കേണ്ട അവസ്ഥയും ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാം, എല്ലാം വിധിയുടെ വിളയാട്ട്. എവറിത്തിങ് ആസ് എ ഫസ്റ്റ് ടൈം ആണല്ലോ. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് കൊണ്ട് എൻ്റെ പരിചയ കുറവുകൊണ്ടും കുറേയൊക്കെ പാളിപ്പോയി. ഇനി എൻ്റെ എക്സ്പീരിയൻസ് നിങ്ങൾ കേട്ടു, ബിനോന്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് കേൾക്കാം. ഇനി നിങ്ങൾ ബിനോന്റെ എക്സ്പീരിയൻസ് കേൾക്കാം. എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഇതുപോലത്തെ ഒരു സെറ്റപ്പ് കണ്ടിട്ടില്ല. സെറ്റപ്പ് അപാരമാണ്. മറ്റേ അവരുടെ ബാക്ക്ഗ്രൗണ്ട് 12K വിസ്താരം പറഞ്ഞിട്ടുള്ള സെറ്റപ്പ് ഉണ്ട്. അത് രക്ഷയില്ല. നേരിട്ട് കാണാനായിട്ട് അടിപൊളിയാണ്. പിന്നെ മൊത്തത്തിൽ ഞാൻ ആകെ കണ്ണുകളിൽ ഇരിക്കുകയായിരുന്നു. ഞാൻ ഇത്രയും കുറെ ക്യാമറ, ഇത്രയും കുറെ ലൈറ്റ് അറേഞ്ച്മെന്റ്, ഇതൊക്കെ ആദ്യമായിട്ടാണ്, ഇത്രയും അടുത്ത് കാണാൻ ആദ്യമായിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇതാണ്. പിന്നെ നല്ല മഴയൊക്കെ കൊണ്ട് മഴയത്ത് കാറിൽ വണ്ടി ഓടിച്ച് അവിടെ വരെ പോയി ഒരു പ്രത്യേക എക്സ്പീരിയൻസ്. നല്ല രസമായിരുന്നു. അവിടെ എത്തിയിട്ട് തന്നെ നല്ല ടീവിന്റെ ശബ്ദമായിരുന്നു നിറച്ച്. നിനക്ക് അവിടുത്തെ ആർട്ടിസ്റ്റുകളൊക്കെ നേരിട്ട് കണ്ടപ്പോഴത്തെ എക്സ്പീരിയൻസ് എന്തായിരുന്നു? നേരിട്ട് കണ്ടപ്പോൾ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ എന്താ പറയാ, നമ്മള് TV-യോടെ മാത്രമല്ലേ ഇവരൊക്കെ കണ്ടിട്ടുള്ളൂ. നേരിട്ട് കാണുമ്പോൾ ഒരു സന്തോഷം, മനസ്സിൻ്റെ ഉള്ളൊരു സന്തോഷം എന്ന് പറയില്ലേ, നമ്മള് TV-യിൽ കാണുന്ന ആൾക്കാരൊക്കെ നേരിട്ട് കാണുമ്പോൾ ഒരു ഡയനേച്ചയുടെ കൂടെ ഫോട്ടോ എടുത്തത് ആ ഒരു സന്തോഷം. അപ്പൊ ബിനോന്റെ എക്സ്പീരിയൻസ് കേട്ടില്ലേ? ഇനി ബാക്കി അത് കഴിഞ്ഞിട്ടുള്ള ഷോ കഴിഞ്ഞിട്ടുള്ള കഥ പറയാം. ഒന്നും നടന്നില്ല, ഫോട്ടോ കൊടുക്കാനൊന്നും പറ്റിയില്ല. അപ്പൊ പിന്നെ പുല്ല് എന്തെങ്കിലും ആവട്ടെ, ഓഡിയൻസിന്റെ ഇടയിൽ ഇരിക്കണ്ടല്ലോ, അതെങ്കിലും TV-യിൽ വരുമ്പോൾ കാണാന്നുള്ളൊരു അവസ്ഥയിലാണ് പിന്നെ ഞാൻ ഇരുന്നിരുന്നത്. അങ്ങനെ ഒരു ദിവസം ഞാൻ വീട്ടിൽ ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ തോണ്ടി ഇരിക്കുന്ന നേരത്താണ് അവിടുത്തെ ആർട്ടിസ്റ്റുകൾ ചിലവരുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി കണ്ടത്. അത് നമ്മുടെ അവിടുത്തെ അന്നത്തെ എപ്പിസോഡിന്റെ പ്രോമോ ആയിരുന്നു. അത് കണ്ടപ്പോൾ മനസ്സിൽ വല്ലാത്തൊരു ആകാംക്ഷയായിരുന്നു. TV-യിൽ വരും, അപ്പനും അമ്മയ്ക്കൊക്കെ ഒന്ന് TV-യിൽ കാണിച്ചു കൊടുക്കാം. പിറ്റേന്ന് ഞാൻ ഫോണിൽ എപ്പിസോഡ് കാണാതിരിക്കായിരുന്നു. അത്ഭുതം എന്ന് പറയട്ടെ, ഫസ്റ്റ് എന്നെ കാണുന്നതിൽ തന്നെ ഫ്ലവേഴ്സ് എൻ്റെ തലയിലായി. പോട്ടെ, ഫസ്റ്റ് ടൈം അല്ലേ, ഇനിയും വരുമല്ലോ. അങ്ങനെ സമാധാനിച്ച് ഞാൻ വീണ്ടും കണ്ടു. അവസാനം കുഞ്ഞി രാമായണത്തിൽ ബിജു മേനോൻ പറയണ പോലെ ഫസ്റ്റ് ടൈമായി, സെക്കൻഡ് ടൈമായി, തേർഡും ഫോർത്തും ഫിഫ്ത്തും ആയി. അങ്ങനെ ആ എപ്പിസോഡിൽ 6 തവണ എന്നെ കാണിച്ചു.
അതിൽ 5ലും ഫ്ലവേഴ്സ് എൻ്റെ തലയിലായിരുന്നു. ആശ്വാസത്തിനായിട്ട് വന്ന 6ാമത്തെ തവണയാണെങ്കിൽ സലീമേട്ടൻ ഹോട്ട് സീറ്റിൽ വരുമ്പോൾ എടുത്ത വൈഡ് ആംഗിൾ ഷോട്ടിൽ മൂലയ്ക്ക് ഇരിക്കണതാണ് ഞാൻ. അതും XX സൂം ചെയ്താൽ മാത്രം ഫേസ് ക്ലിയറിൽ കാണുന്നുള്ളത്. അങ്ങനെ TV-യിൽ എന്നെ കാണുമ്പോൾ ഫാമിലിയിലും റിലേറ്റീവ്സിൻ്റെ ഒക്കെ റിയാക്ഷൻ എടുക്കാമെന്നൊരു പ്ലാൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഏത് ഇവിടെ ഫോട്ടോ കൊടുക്കാൻ പറ്റാണ്ടിരുന്നപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം വന്നപ്പോൾ ഞാൻ ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്തു. അങ്ങനെ എല്ലാം പാളി വെറുതെ വീണ്ടും ഇൻസ്റ്റയിൽ ഇങ്ങനെ തോണ്ടിയിരിക്കുമ്പോഴാണ് ഒരാളുടെ യൂട്യൂബ് വീഡിയോനുള്ള തമ്പനയിൽ ഞാൻ കാണുന്നത്. സാധാരണ ഞാൻ പൊതുവെ എല്ലാം സ്ക്രോൾ ചെയ്ത് പോവുക ചെയ്യാറ്. പക്ഷേ ഈ തമ്പനയിൽ വല്ലാണ്ട് എൻ്റെ കണ്ണയിൽ ഉടക്കി നിന്നു. തോണ്ടി പോയപ്പോൾ ആ തമ്പനയിൽ എൻ്റെ കണ്ണുടക്കം കാരണം ഉണ്ടായിരുന്നു. കാരണം ആ തമ്പനയിൽ നല്ല കണ്ടുപരിച്ചുള്ള ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. എന്താണെന്നറിയാം, ഞാൻ കൊടുത്ത ഡ്രോയിങ്. യെസ്, ഞാൻ കൊടുത്ത ഡ്രോയിങ് അവരുടെ യൂട്യൂബ് ചാനൽ അവർ ഇടാൻ പോവാ. അപ്പൊ അതെന്താന്നുള്ള അറിയാനുള്ള ആകാംക്ഷയിലായിരുന്നു പിന്നീട് ഞാൻ കുറച്ച് നാൾ നിന്നത്. ആ ഇടുന്ന യൂട്യൂബ് ചാനൽ പറഞ്ഞത് നമ്മുടെ ശ്രീവിദ്യ ചേച്ചിയുടെയാണ്. കാരണം എനിക്ക് ഇത്ര എക്സൈറ്റ്മെന്റ് വരാനായിട്ട് ഫോട്ടോ കൊടുത്ത സമയത്ത് ചേച്ചി നന്നായിട്ടുണ്ട് എന്നല്ലാണ്ട് വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് പൊതുവെ എന്താ മനസ്സിൽ വന്നു, അത് സാധാരണ കിട്ടുന്ന ഒരു ഫോട്ടോയെ പോലെ തന്നെ അതും പോയി കാണുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ ഈ വീഡിയോയിൽ വന്നപ്പോഴാണ് എന്നെ ഞെട്ടിച്ചത്. ഞാൻ ചേച്ചിയുടെ വീഡിയോ യൂട്യൂബിൽ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി കാത്തിക്കായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ സാധനം എവിടെയെന്നുള്ള രീതിയിൽ ഞാൻ ആ ഫുൾ വീഡിയോ കണ്ട് അങ്ങനെ 10 മിനിറ്റും 32 സെക്കൻഡും കഴിഞ്ഞപ്പോഴാണ് ആ ഒരു സംഭവം നടക്കുന്നത്. ഞാൻ കാത്തിരുന്ന ആ ഒരു മൊമെന്റ്, ആ ഒരു ഭാഗം വെട്ടിമുറിച്ച അവസാനം ഞാൻ കഷ്ടപ്പെട്ട ഒരു റീൽ ഉണ്ടാക്കി. നിങ്ങൾ ഞാൻ റീൽ കണ്ടിട്ട് ആയോ? ഷൂട്ടില് ഒരാള് വരച്ചു കൊണ്ടുവന്നതാണ്. പിന്നെ ഞാൻ പേര് പറഞ്ഞു, എന്ത് രസമായിട്ടാണ് നോക്കും. അപ്പൊ സ്റ്റുഡിയോയിൽ വന്ന ഗിഫ്റ്റ് തന്നായിരുന്നു. എന്ത് രസമായി നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കണ്ടല്ലോ, ഇതാണ് സംഭവം. ഇതെൻ്റെ ഇൻസ്റ്റ അക്കൗണ്ടിൽ ഇപ്പോഴും ഉണ്ട്. എൻ്റെ ഇൻസ്റ്റ അക്കൗണ്ട്സ് ഇതൊക്കെയാണ്. ഫോട്ടോഗ്രാഫി, ഡ്രോയിങ്സ് എല്ലാം ഉണ്ട് ഇതിനകത്ത്. നിങ്ങളിതൊന്ന് ചെക്ക് ചെയ്യുക. ഇത്രയൊക്കെ കണ്ടപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ച പോലെ നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലുണ്ടാവും എന്തുകൊണ്ടാണ് ലക്ഷ്മി ചേച്ചിക്ക് ഫോട്ടോ കൊടുക്കാണ്ടിരുന്നത്. ലക്ഷ്മി ചേച്ചിക്ക് ഞാൻ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. അത് ചേച്ചിയുടെ 2022 ബർത്ത്ഡേക്ക് ഞാൻ ബിനോയും കൂടിയിട്ട് അവിടെ ചേച്ചിയുടെ വീട്ടിൽ പോയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അത് ചേച്ചിയുടെ യൂട്യൂബിൻ്റെ വീഡിയോയിലും ഇങ്ങനെ ഇട്ടുണ്ട്. അപ്പോൾ എൻ്റെ പ്ലാനൊക്കെ ശരിക്കും വർക്കൗട്ട് ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ വെറുപ്പിയിലൊന്നും കണ്ട് സഹിക്കേണ്ടി വരില്ല. കാരണം ഫസ്റ്റത്തെ വീഡിയോയിൽ തന്നെ ഞാൻ മാക്സിമം കുത്തി മറിച്ച് ആ ഒറ്റ വീഡിയോയിൽ നിർത്തി അടുത്ത വ്ളോഗായിട്ട് ഞാൻ വേറെ എന്തെങ്കിലും കിട്ടാനാണ്. പക്ഷെ എന്ത് ചെയ്യാം, നിങ്ങളുടെ വിധി. അപ്പോൾ ഇനി പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. എൻ്റെ പിന്നിലിരിക്കണവൻ എൻ്റെ ഫ്രണ്ടാ നോയൽ. അവൻ വീഡിയോ എടുക്കാൻ വരാതെ സമ്മതിക്കുന്നില്ല. ഇത്രയും കഷ്ടപ്പെട്ടെടുത്താൽ തന്നെ വലിയ കാര്യം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടണൊക്കെ അടിച്ചമർത്തി നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക. പുതിയ വീഡിയോ പറഞ്ഞ വരെ വീണ്ടും ഞാൻ തന്നെ. ബൈ ബൈ. പറഞ്ഞാ പോരെ, ബ്ലൂപ്പറിൽ നീ ഉണ്ടായിരിക്കും. നീ ആയിരുന്നു അറിഞ്ഞിക്കയില്. അതിൽ മെയിനായിട്ട് അവർ പറയുന്നത് 2 അഭിപ്രായമാണ്. എന്താണ് എന്നെ കുറിച്ച് പറയണ? പറയാം. എന്റെ ഫ്ലോ കളഞ്ഞോണ്ടിരിക്കരുത്. ഞാൻ അവിടെ പറഞ്ഞോണ്ടിരിക്കാം. ബേട്ട നീ നോക്കി, ഞാൻ അങ്ങോട്ട് നോക്കി, ഞാൻ ഒന്ന് ചിരിച്ചു കൊടുത്തു. ടച്ചവിടെ തീർക്കണം. എനിക്ക് വീട്ടിൽ പോണ്ടേ? പറ പാക്കപ്പ്. പാക്കപ്പ് പറയടാ. പാക്കപ്പ് പാക്കപ്പ് മതി. വേറെ സ്റ്റൈൽ ഉണ്ടാക്കാം.